കല്ലട്ര മൈൻ ഹാജി MLA ഉണ്ട് തത്സമയം. മനീഷ് നമുക്ക് ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം കല്ലട്ര. നമസ്കാരം MLA. നമസ്കാരം. നമ്മള് ഒരു ഉമ്മയുടെ കഥ ഇപ്പൊ പറഞ്ഞു, അത് കേട്ടിരുന്നോ? കേട്ടില്ല. അതായത് ഐഷ എന്നുള്ളൊരു ഉമ്മയാണ്. ഉമ്മയ്ക്ക് നല്ല പ്രായമായി, ആരുമില്ല. ഉമ്മ ആകെ ജീവിച്ചിരുന്നത് 24 വയസ്സുള്ള അർഷാദ് എന്ന മകനോടൊപ്പമാണ്. അപ്പോൾ ഈ മകനൊരു ആശുപത്രി ആവശ്യത്തിന് വന്നപ്പോൾ ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയി. മാരാരിക്കുളത്തെത്തിയപ്പോൾ, എറണാകുളത്ത് ഇറങ്ങേണ്ട കുട്ടി മാരാരിക്കുളത്തെത്തിയപ്പോൾ സ്ഥലം മാറിയതെറിഞ്ഞ് പെട്ടെന്ന് ട്രെയിനിന് ചാടി ഇറങ്ങി. വേഗം കുറഞ്ഞപ്പോൾ ട്രെയിൻ അടി വീണിട്ട് 2 കാലും അറ്റുപോയി. ഈ ഉമ്മയ്ക്കാണെങ്കിൽ ആരുമില്ല. ഇപ്പോൾ ഉമ്മ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കുട്ടിയെ, അർഷാദ്. അയാൾ ബോധാവസ്ഥയിലേക്ക് വന്നിട്ടില്ല, 2 കാലും മുറിച്ചു മാറ്റി. ഈ ഉമ്മയാണെങ്കിൽ 10-67 വയസ്സുമായി, ആരുമില്ല ഉമ്മയ്ക്കൊപ്പം. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഞങ്ങൾ രാവിലെ ഇന്ന് കാണുന്ന സമയത്ത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ ശ്രീ കല്ലട്ര? തീർച്ചയായും ഞാൻ ഒരു MLA എന്ന നിലയിൽ അവരുടെ കൂടെ ഉണ്ടാവും. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾക്ക് വേണ്ടി ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാനില്ല. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന അല്ലെങ്കിൽ ആ സാമ്പത്തിക ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ തയ്യാറായി. ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിപാൽ ഉണ്ട്, അദ്ദേഹം ഒന്ന് വിളിക്കും. ഓക്കെ. അപ്പം നമുക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ട്രോമ കെയർ സെന്ററിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ഈ പാവം ഉമ്മ. ഒന്നും അറിയില്ല ഉമ്മയ്ക്ക്, വസ്ത്രം പോലും മാറ്റിയില്ല, ഭക്ഷണം പോലും കഴിച്ചില്ല. തീർച്ചയായും അവരുടെ കൂടെ ഉണ്ടാവും. അവര് ചികിത്സക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ കൂടെ ഉണ്ടാവും. ഓക്കെ താങ്ക് യു കല്ലട്ര മൈൻ ഹാജി. താങ്ക് യു MLA. താങ്ക് യു. അപ്പോൾ കല്ലട്ര മൈൻ ഹാജിയാണ് ഇപ്പോൾ. മനീഷ ഉമ്മയോട് പറഞ്ഞോളൂ. കല്ലട്ര മൈൻ ഹാജിയെ നമ്മൾ ബന്ധപ്പെട്ടു. MLA എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം മനീഷ് ഒന്ന് കല്ലട്ര മൈൻ ഹാജി MLA വിളിക്കണം. MLA എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർക്ക് വസ്ത്രം മാറാനും അടുത്തുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും താമസിക്കാനുണ്ടെങ്കിൽ അങ്ങനൊരു സംവിധാനവും കൂടി ഏർപ്പാടാക്കി കൊടുക്കാം. നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൂടി ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. കാര്യം ഉമ്മയ്ക്ക് വേറെ ആരും അവിടെ സഹായത്തിനില്ല, ഒറ്റയ്ക്കാണ്, കാര്യങ്ങളൊന്നും അറിയുകയുമില്ല. നമുക്ക് പ്രാദേശികമായിട്ട് കൂടി ഒരു പിന്തുണ ഈ ഉമ്മയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. പ്രായമായ ഉമ്മയാണ്, ഉമ്മയ്ക്ക് ഒന്നും അറിയില്ല, അധികം ഒന്നും യാത്രയൊന്നും ചെയ്തിട്ടുള്ള ഉമ്മയാകാനുള്ള സാധ്യതയില്ല.